ബഹുമാനമുള്ള മുഅ്മിനുകളെ, വിഷയം മാറുകയാണ്. ഇതുവരെ സ്വതക്കയെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ കുറേ ആളുകൾ സ്വതക്ക ചെയ്തു, കുറേ ആളുകൾ അത് സ്വീകരിച്ചു പോയി. സ്വീകരിച്ചു പോകുന്ന ആള് മൂപ്പർക്കൊരു ദുആ ചെയ്തു കൊടുക്കണം. ജസാക്കല്ലാഹു ഖൈറ, അത്ര മതി. ജസാക്കല്ലാഹു ഖൈറ എന്ന് ദുആ ചെയ്താൽ മൂപ്പര് അങ്ങേ അറ്റത്തെ ഒരു നന്ദിയാണ് ആ ചെയ്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ വിഷയത്തോടുകൂടെ സ്വതക്കന്റെ ബാബ് നിർത്തി. ഇനി നമ്മൾ നോമ്പാണ് വിഷയം. വിശുദ്ധ ഖുർആനിന്റെ അൽ ബഖറ സൂറത്തില് 183 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പരാമർശിച്ചത് വളരെ മയത്തോടുകൂടെയാണ്. നോമ്പ് എന്നത് ഒരു പ്രയാസമുള്ള സാധനം അല്ല. അതിനെ മനുഷ്യൻ ഉതകുന്ന രീതിയിലുള്ള വളരെ മയത്തോടുകൂടെയുള്ള ഒരു അഭിസംബോധനമാണ് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്. ഓതാൻ നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നോമ്പെടുത്തോളീന്ന് സൂമു എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ നോമ്പിനെ ഞാൻ നിർബന്ധമാക്കപ്പെട്ടു. നോമ്പെടുത്തോളി എന്ന് പറയുമ്പോൾ ഒരു ഗൗരവസ്വരാണ്. അംറിന്റെ കൽപ്പന അംറിന്റെ സിയോ കൊണ്ടല്ല പറഞ്ഞത്. കുത്തിബ അലൈക്കും അസ്വിയാം, നോമ്പിനെ ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മേൽ. എന്നിട്ട് രണ്ടാമത്, അത് നിങ്ങൾക്ക് മാത്രമല്ല, കമാ കുത്തിബ അല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ പൂർവീകരായ പ്രവാചകന്മാരുടെ കാലങ്ങളിലൊക്കെ നോമ്പ് ഉണ്ടായിരുന്നു. കണ്ടാ, ഒരു വല്ലാത്ത ഒരു ശൈലിയാണത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ മുമ്പുള്ളവർക്കും ഉണ്ടായിരുന്നു. പിന്നെയും പറയുന്നു, എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ നോമ്പെടുക്കേണ്ടത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ടാണ്. അതാണ് നോമ്പിന്റെ ഫലം, മുത്തഖിയായി തീരണം എന്നാണ്. റമളാൻ ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് വരുന്നു. ഇന്ന് നമ്മളൊക്കെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് സുന്നത്ത് നോമ്പെടുത്തവരാണ്. എന്തിനാ നോമ്പെടുക്കുന്നത്? അതിൻ്റെ ഉത്തരാണ് ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളാകാൻ വേണ്ടി. മുത്തഖീങ്ങളാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ലിതകൂനൂ മിനൽ മുത്തഖീന ലില്ലാഹി അൽ മുജ്തനിബീന ലിമഹാരിമിഹി. അപ്പോഴാ മുത്തഖിയാവുള്ളൂ. എങ്ങനെ? ഹറാമുകളൊക്കെ വെടിയണം. കണ്ണുകൊണ്ട് ഒരു ഹറാമിലേക്കും നോമ്പെടുത്തുകാണ് നോക്കരുത്. പള്ളന്റെ ഉള്ളിക്ക് ഹറാമായ ഒരു തുള്ളി വെള്ളോ ഭക്ഷണോ പള്ളന്റെ ഉള്ളിക്ക് കടത്തരുത്. ഹറാമായ വിധത്തിലുള്ള സംസാരങ്ങൾ അരുത്. ഹറാമായ ഫോട്ടോസുകളൊന്നും കാണരുത്. അപ്പൊ മൊബൈല് വരെ നോമ്പെടുത്താൽ നിയന്ത്രിക്കണം. ഹറാമുകൾ വർജിക്കുന്നുണ്ടോ എങ്കിൽ അവന്റെ നോമ്പ് നോമ്പാകും, അല്ലെങ്കിൽ അവന്റെ നോമ്പ് നോമ്പാവുകയില്ല. ഇതാണ് വിശുദ്ധ റമദാൻ മാസത്തിനെ 30 ദിവസത്തെ വല്ലാത്തൊരു കോഴ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയത് മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്. അപ്പൊ തഖ്വ എന്ന ഒരു സാധനം ഉണ്ടാക്കാതെ നോമ്പ് അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ ആ റമളാൻ നമുക്ക് യാതൊരു ഫലവും കാണിക്കില്ല. നോമ്പിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് ചെവിയെയും വായനെയും കണ്ണിനെയും കൈകളെയും കാലുകളെയും എല്ലാ അവയവങ്ങളെയും പരമാവധി സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നോമ്പെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എടുക്കുന്ന വ്രതം ഒക്കെ അത്തരത്തിലുള്ള നോമ്പാക്കി തീർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد.
വായക്ക് നിയന്ത്രണം വെക്കണം, സംസാരങ്ങൾക്ക് നിയന്ത്രണം വെക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്നും ഇരിക്കുന്ന ഇരുത്തം ഇരുന്ന് നോമ്പ് കാലത്തും പതിവ് പോലെ സംസാരിക്കുകയാണെങ്കിൽ ആ നോമ്പിന് ഫലം ഇല്ല. അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ നിയന്ത്രിച്ച് പരമാവധി ദിക്റിലും സ്വലാത്തിലും കുടുംബ സന്ദർശനങ്ങളിലും നല്ല നല്ല കാര്യങ്ങളിലുമായി ഞങ്ങളെ നീ നടത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കെല്ലാം നീ നിന്റെ വിശാലമായ പാപമോചനങ്ങളെ കൊണ്ട് പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇന്നത്തെ വ്രതം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇന്ന് എൻ്റെ ഉപ്പ മരണപ്പെട്ട 11ാമത്തെ ആണ്ടിൻ്റെ ദിവസമാണ്. റജബ് 27 പകൽ സമയത്താണ് ഉപ്പാന്റെ മരണം. അതുകൊണ്ട് അല്ലാഹുവേ, ഉപ്പാക്കും ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും ഉപ്പമാർക്കും ഉമ്മമാർക്കും നീ പുറത്തു കൊടുക്കുകയും നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യണേ റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ഫാത്തിഹ ഓതി അതിയെ ചെയ്യണം ഉപ്പാക്ക് വേണ്ടിയിട്ടെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.